കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ പടയോട്ടത്തിന് തടയിട്ടുകൊണ്ട് ഒരു ദിവസം 3 പടക്കപ്പലുകൾ നീറ്റിലിറക്കിയാണ് ഇന്ത്യ മറുപടി നൽകിയത്. ഇതോടുകൂടി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് വലിയ ഒരു ആധിപത്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വരുന്ന വാർത്ത. INS സൂറത്ത്, INS നീലഗിരി, INS വാക്ഷീർ എന്നീ 3 കപ്പലുകളാണ് ഒരേ സമയം തന്നെ കമ്മീഷൻ ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു ഇതിനെ കമ്മീഷൻ ചെയ്തത്. ഒരു ഡിസ്ട്രോയിഡ്, ഒരു ഫ്രിഗേറ്റ്, ഒരു അന്തർവാഹിനി, ഇത് 3 കൂടി ആയിരുന്നു ഒരുമിച്ച് ഒരേ സമയം തന്നെ ഇന്ത്യ കമ്മീഷൻ ചെയ്തത്. ഈ യുദ്ധക്കപ്പലുകളെക്കുറിച്ചൊരു ചെറിയ അതിൻ്റെ ഹൈലൈറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, INS സൂറത്തിനെ സംബന്ധിച്ച് സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയഡാണ്. അതായത് നശീകരണത്തിന് ഉപയോഗിക്കുന്ന കപ്പലുകൾ, യുദ്ധക്കപ്പലുകളാണ് ഇത്. ഒപ്പം തന്നെ ചേതക്ക്, സീക്കിംഗ്, MH-60R തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ വഹിക്കാനുള്ള കഴിവുണ്ട്. ഇനി INS നീലഗിരിയിലേക്ക് വരുമ്പോൾ 8ഓളം ബ്രഹ്മോസ് മിസൈലുകൾ ഇതിൽ വിന്യസിക്കാൻ കഴിയും. ശത്രു നീക്കങ്ങൾ നിരീക്ഷിക്കാനുള്ള MF സ്റ്റാർ റഡാർ സംവിധാനമുണ്ട്. INS വാക്ഷീറിലേക്ക് വരുമ്പോൾ കപ്പൽ വേദ മിസൈലുകളുണ്ട്. ശത്രുവിൽ കണ്ണിൽപ്പെടാത്ത രൂപമാണ്. ഇതെല്ലാം കൊണ്ട് ഇന്ത്യ വ്യക്തമാക്കുന്ന ഭീകരപ്രവർത്തനങ്ങൾ തടയുക, ആക്രമണം, പ്രതിരോധം, രഹസ്യാന്വേഷണം, ഇതിനു വേണ്ടിയിട്ടാണ് തങ്ങൾ ഈ കപ്പൽ പുറത്തിറക്കിയത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഇതോടുകൂടി നമ്മൾ ആഗോള നാവിക കരുത്തിൽ നമ്മൾ വളരെ മുന്നേറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടേതായിട്ടുള്ള പടക്കപ്പലുകളും നിരീക്ഷണ കപ്പലുകളും ഒക്കെ അനവധി ഉണ്ടായിരുന്നു. ഇതിന് മറുപടിയായിക്കൊണ്ട് ഇന്ത്യ തന്നെ തദ്ദേശീയമായി നിർമ്മിച്ച അന്തർവാഹിനികളും മറ്റും നമ്മൾ നീറ്റിലിറക്കിയിരുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഒരു ദിവസം 3 പടക്കപ്പലുകൾ തന്നെ കടലിലേക്ക് ഇറക്കിക്കൊണ്ട് ചൈനയ്ക്ക് ഒരു വലിയ വെല്ലുവിളി തന്നെ ഇന്ത്യ സൃഷ്ടിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.